നമ്മളിനി നേരെ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് പുതിയറയിൽ നിന്ന് ഫുട്ബോൾ ആവേശവുമായി ആകാശ് തടത്തിൽ ചേരുന്നുണ്ട്. ആകാശ്, എത്രത്തോളം ആവേശത്തിലാണ് കോഴിക്കോട് പുതിയറയിലെ ഫുട്ബോൾ പ്രേമികൾ? മണിക്കൂറുകൾ മാത്രമാണ് ഇനി ലോക ചാമ്പ്യൻ ആരാണ്, വിശ്വകിരീടം ആര് ചൂടുമെന്നറിയാൻ ബാക്കിയുള്ളത്. തീർച്ചയായും ഞാനുള്ളത് പുതിയ പാലത്തുള്ള ബിഗ് സ്ക്രീനിലാണ്. നമുക്ക് കാണാം, കോഴിക്കോട് തന്നെയുള്ള ഏറ്റവും വലിയ ബിഗ് സ്ക്രീനാണ് പുതിയ പാലത്ത് ഒരുക്കിയിരിക്കുന്നത്. 30 അടി നീളവും 12 അടി വീതിയുമുള്ള ഏറ്റവും വലിയ ബിഗ് സ്ക്രീനാണ് ഇത്. കുറച്ച് കഴിഞ്ഞാൽ, കളിയോട് അടുത്ത് വരുമ്പോൾ ഒരു 8 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാലറി നിറയെ ആളുകളായിരിക്കും. പിന്നീട് പുറത്തുൾപ്പെടെ ആളുകൾ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിനാൽ തന്നെ ഇവർ പുറത്തും ഇപ്പോൾ ഒരു ഗാലറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയ സ്ക്രീൻ വെച്ചുകൊണ്ട് ഒരു ഗാലറി പുറത്ത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇവിടെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള നിരവധി പേരും നിലവിൽ ഇവിടെ ഉണ്ട്. അവരോട് തന്നെ ചോദിക്കാം, ഇതിപ്പോ പുറത്ത് ആളുകൾ ഇങ്ങനെ കൂടുതൽ നിൽക്കുന്നതിനെ കൊണ്ടാണ് ഇപ്പോൾ ഗാലറി പുറത്തേക്ക് കൂടി പണിത്? അതെ. നമ്മൾ ഇതിനു മുമ്പുള്ള കളികൾക്ക് കൂടുതൽ ക്രൗഡ് ആയതിനെ കൊണ്ടാണ് പുതിയ ഒരു ഗാലറി കെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സിറ്റിംഗ് കപ്പാസിറ്റി നമ്മൾ ഇറക്കുന്നുണ്ട്. സിറ്റിംഗ് ആയിട്ടുള്ള ചെയർ നമ്മൾ ഇറക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരം അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള മത്സരം, അത് എത്രത്തോളം ആളുകൾ എത്തുന്ന ഒരു മത്സരമാണെന്നാ ഒന്നേ നമ്മളെ സെക്രട്ടറി പറയുന്നത്? അത് നമ്മളിപ്പോൾ കൂടുതൽ പറയണ്ട, പലരും പലതും പറയുന്നുണ്ട്. അർജന്റീന ആരാധകരെ നിരാശപ്പെടുത്തൂല. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയുന്ന കേസാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, തോറ്റ് കഴിഞ്ഞപ്പം ബ്രസീലുകാർ പലതും പറയുന്നുണ്ട്. അത് പോയിട്ട് എല്ലാം കൂടെ എന്തിലേക്ക് എത്തുകയാണ്? ആഭ്യന്തര പ്രശ്നങ്ങളിലെത്തുകയാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാട് തെറ്റും കുറവൊക്കെ ഒരിടത്തുണ്ട്. ശരിയാണ്, പലസ്തീനെതിരെ നിന്നു, ഇതൊക്കെ പറയുന്നുണ്ട്. ഒക്കെ പോട്ടെ, മസ്രിക്ക് എന്താ പറയുക, യഹൂദികളെ ഇസ്രായേലിലെ കൊടി കാണിച്ചു എന്ന് പറയുന്നു ഈജിപ്തിൻ്റെ ആൾക്ക്. ഇതൊക്കെ തെറ്റാ, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഫുട്ബോൾ എന്നൊരു മതം, അതാണ്. ആ ഫുട്ബോളിൽ നമ്മൾ ഇന്നും അർജന്റീനയെ ആരാധിക്കുക. പുതിയ ഗാലറി ഇവിടെ പണിയുന്നുണ്ട്. റോഡിനോട് ചേർന്ന് തന്നെ ഒരു ഗാലറി പണിയുണ്ട്. അപ്പൊ ഇത് ഇനി കൂടുതൽ ആളുകൾ ഇവിടെയും കൂടി ഇരിക്കും, കൂടുതൽ ആളിങ്ങോട്ട് എത്തുമെന്നുള്ള ഉറപ്പുകൊണ്ടല്ലേ? അതായത് ഉറപ്പല്ല, ഇതിൽ 2000 ആളാണ് ഞങ്ങളെ ഹോളിൽ കൊള്ളുന്നത്. അതിൻ്റെ പുറത്ത് ഒരുപാട് ആളുകൾ നിരാശരായി പോവുക, കയറാൻ പറ്റാഞ്ഞിട്ട്, കാണാൻ പറ്റാഞ്ഞിട്ട്. അപ്പോൾ അന്ന് മുതൽ സെമിയല്ല, പ്രീ ക്വാർട്ടർ മുതൽ ഞങ്ങൾ ഇട്ടു. പുറത്തൊരു സ്ക്രീൻ വെച്ചു. പുറത്തൊരു സ്ക്രീൻ, നോക്കൗട്ട് മുതലുണ്ട് ഇവിടെ സ്ക്രീൻ. എന്നിട്ട് ഇവിടെ പറയുന്നതിലും നല്ലത് നിങ്ങൾ വൈകിട്ട് വന്നാൽ കാണാം. അത്രയും ജനം നിൽക്കുക. ഇപ്പോൾ ആ മതിലൊക്കെ ഒന്നായിട്ട് തന്നെ ഒരു റോഡ് ബ്ലോക്ക്. അപ്പോൾ വലിയ വണ്ടിയൊക്കെ അതിൽ തിരിച്ചു വിടും. ഞങ്ങൾ തന്നെ നിന്നിട്ട്, കാരണം വലിയ വണ്ടി ഇതിലെ പോവില്ല, അത് അതിലെ തിരിച്ചുവിടും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്നിട്ട് അത്രയും ക്രൗഡാണ്. അപ്പോൾ ഇന്ന് ഫൈനലാണ്. ഇന്ന് ഞങ്ങൾക്ക് ഈ ഫുട്ബോൾ പ്രേമികളെ അത്രത്തോളം സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അതിനാണ് നിന്ന് കാണുകയാണ്. 3-4 ദിവസങ്ങളിലായിട്ട് ഒരു നിന്ന് കാണുകയാണ്. ഇന്ന് ഞങ്ങൾ മഴയത്താ നിൽക്കുക. ഈ ഇതൊക്കെ അവിടെയൊക്കെ ചളി, വർഷത്തിലൊക്കെ ആളായിരിക്കും. അപ്പോൾ ഇന്ന് അവരെ നല്ലോണം ഇരുത്തി കളി കാണിക്കുക എന്നുള്ളതാണ് അർജന്റീന ആരാധകൻ കൂടിയായ ഞാൻ പറയുന്നത്. അരുണെ, തീർച്ചയായും ഇവിടെ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഈ ബിഗ് സ്ക്രീനിൻ്റെ ഉള്ളിൽ ആളുകൾ കൂടുതലായി എത്തുന്നു. പകുതി പേരും പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനാൽ തന്നെയാണ് പുറത്തൊരു സ്ക്രീൻ വെച്ചുകൊണ്ട് ആളുകളെ ഇവിടെ കൃത്യമായി സീറ്റുകൾ സജ്ജീകരിച്ചുകൊണ്ട് ആളുകളെ ഇരുത്താനുള്ള ഒരു പ്ലാനിലേക്ക് എത്തിയത്. കൂടാതെ തന്നെ റോഡിൻ്റെ ഒരു മറുവശത്തും അവിടെ പുതിയൊരു ഗാലറി പോലെ നിർമ്മിക്കുകയാണ്. അതിൻ്റെ പണിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത് രാത്രിയോടുകൂടി ഇതിൻ്റെ പണി പൂർത്തിയാവുകയും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയാൽ അവർക്ക് ഇവിടെ തന്നെ ഈ ബിഗ് സ്ക്രീൻ അനുഭവം, ബിഗ് സ്ക്രീനിൽ നിന്ന് അർജന്റീനയുടെയും സ്പെയിനിന്റെയും മത്സരം കാണാം. അതിനുള്ള ഒരു ആവേശമാണ്. അർജന്റീനൻ ഫുട്ബോൾ പ്രേമികളെയും കൂടാതെ സ്പെയിൻ ആരാധകരെയും ഒരിക്കലും മടുപ്പിക്കാത്ത രീതിയിൽ, ഒരിക്കലും യാതൊരു വിഷമകരവും കാര്യങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് പുതിയ പാലത്തെ ഈ ബിഗ് സ്ക്രീനിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ. കൂടാതെ തന്നെ നമുക്കറിയാം, കോഴിക്കോട് തന്നെ നിരവധി സ്ഥലങ്ങളിൽ ബിഗ് സ്ക്രീനുകളുണ്ട്. പുതിയ പാലത്ത് തന്നെ 2 ബിഗ് സ്ക്രീനുകളുണ്ട്. കൂടാതെ കോട്ടൂളിയിലും ഗോകുലം മാളിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബിഗ് സ്ക്രീൻ ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ ബിഗ് സ്ക്രീനാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ പുതിയ പാലത്തുള്ളത്. ഇവിടെയാണ് ഇനി കുറച്ച് മണിക്കൂറുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതലായി എത്തും. ഈ സീറ്റുകളെല്ലാം ഫുള്ളാവും. കൂടാതെ തന്നെ ആളുകൾ ഇവിടെ നിന്ന് കളി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാനാണ് ഇപ്പോൾ സംഘാടകർ ഗാലറി ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നത്.